ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ട്രെൻഡ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുന്ന വരുന്നതായിട്ട് കണ്ടു. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഒരു എലമെന്റിന് അതിന്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെന്റ് ഇസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of the element. Okay, ലാസ്റ്റ് ഷെല്ലിന്ന് ആ ഒരു ഇലക്ട്രോണ് റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എനർജി. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നുണ്ട്. കൂടി വരുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്ന് അത് അകന്നു വന്നുകൊണ്ടിരിക്കും. അപ്പൊ അകൽച്ച കൂടുന്നത് കാരണം ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മതിയായിരിക്കും. അപ്പൊ നമുക്ക് ഡൗൺ ദ ഗ്രൂപ്പ് എന്തെന്ന് പറയാൻ പറ്റും? ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നതിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയാം. ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഷെൽസ് നമുക്കിപ്പോ തേർഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും നമ്പർ ഓഫ് ഷെൽസ് 3 തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച്, ലെഫ്റ്റ് ടു റൈറ്റ് വരുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തിന്റെ കൂടുതൽ കാണും? ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസിനെ അതിന്റെ ന്യൂക്ലിയസിലോട്ട് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫിക്കൽട്ട് ആയിരിക്കും ലാസ്റ്റ് വല്ല ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്തായാലും നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളില് 4 ബ്ലോക്ക് ഉണ്ട്, 2 ഗ്രൂപ്പ്, ദെൻ ട്രാൻസിഷൻ എലിമെന്റ്സ് ആയിട്ട് വീണ്ടും, ആൻഡ് ഇവിടെ നമുക്ക് താഴെയായിട്ട് 2 ഗ്രൂപ്പ് കാണാൻ പറ്റും. എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അല്ലെ എസ് ബ്ലോക്കിന്റെ എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോണത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ആണ് കേട്ടോ പൊതുവെ. ഗ്രൂപ്പ് 1 എലമെന്റ്സും ഗ്രൂപ്പ് 2 എലമെന്റ്സും ആണ് അതിനകത്ത് വരിക. ഇവിടെ കൂടുതലും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ഇവിടെ കാണാൻ പറ്റും. സോഡിയം അറ്റോമിക് നമ്പർ വരുന്നത് 11 ആണ്. സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. സോ അത് 281. അപ്പൊ ഇതൊക്കെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നവരായിരിക്കും? ഡൊണേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന മെഗ്നീഷ്യം നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പർ 12 ആണ്. അതും 282 ആണ്. ഈ 2 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് 1 ഗ്രൂപ്പ് 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും, ഗ്രൂപ്പ് 2 വരുമ്പോ അതെന്താ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു റേഡിയം എന്ന് പറയുന്ന ഹൈ അറ്റോമിക് ഒരു മെറ്റൽ, എർത്ത് മെറ്റലില് അറ്റോമിക് മാസ് കൂടിയ ഒരു എലമെന്റ് ആണ് റേഡിയം. അപ്പൊ അത് നിങ്ങള് മേരി ക്യൂറി ആൻഡ് ഹസ്ബൻഡ് ഡിസ്കവേർഡ് ചെയ്താണ് 1898 വരുന്നത്. പിന്നെ ബാക്കി വരുന്ന കുറച്ച് എലമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എസ് ബ്ലോക്കില് സാധാരണ എലമെന്റ്സ് സോളിഡ് സ്റ്റേറ്റിലാണ് കൂടുതലും കാണപ്പെടുക. പക്ഷേ സീസിയം അത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതാണ്. ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്ന ചില സമയത്ത് നമുക്ക് അത് വാം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അല്ലാതുള്ള എലമെന്റ്സ് അല്ല. ഫ്രാൻസിയം ആൻഡ് റേഡിയം വരുന്നത് റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് മൂവ് ഓൺ ടു ദ പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചതാണ്. എസ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന പി ബ്ലോക്കിന് ശേഷം വരുന്നതാണ് പി ബ്ലോക്ക്. ഓക്കെ, സോ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എത്ര ഗ്രൂപ്പ് മുതലാണ് വരുന്നത്? ഗ്രൂപ്പ് 13, 14, 15, 16, 17 ആൻഡ് 18. ഓക്കെ, ഇത്രയും എലമെന്റ്സ് വരുന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഈ എലമെന്റ്സ് എല്ലാം സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിയസ് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുണ്ട്. ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും ഇവിടെ കൂടുതലും. അവിടെ ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞത് ഗാലിയം ആണ്. 29.77 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തത്